ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ജനറൽ മാനേജർ തസ്തികയുടെ പരീക്ഷാ സിലബസിനെ കുറിച്ചുള്ള വീഡിയോയാണ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. തസ്തിക ജനറൽ മാനേജർ. വിദ്യാഭ്യാസ യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, ബിസിനസ് മാനേജ്മെന്റിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ അതിനു തത്തുല്യമായ സംസ്ഥാന യൂണിവേഴ്സിറ്റികൾ അംഗീകരിക്കുന്ന യോഗ്യത, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലെ സ്ഥാപനത്തിലെ അംഗത്വമോ, അല്ലെങ്കിൽ കൊമേഴ്സിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, എം.കോം ഫിനാൻസ്, ICWAI അല്ലെങ്കിൽ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളത് പ്രത്യേക യോഗ്യതയായിരിക്കും. ഉദ്യോഗാർത്ഥിക്ക് അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, സഹകരണം, സാമ്പത്തിക ശാസ്ത്രം, ഫിനാൻസ്, നിയമം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിലോ ഒന്നിൽ കൂടുതലോ വിഷയങ്ങളിലുള്ള പ്രത്യേക അറിവ്, അല്ലെങ്കിൽ സഹകരണ ബാങ്ക്, സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനം, പൊതു ദേശസാൽകൃത ബാങ്കുകളിൽ ഭരണനിർവഹണ വിഭാഗത്തിലോ മേൽനോട്ട തസ്തികയിലോ 3 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സിലബസ്: ജനറൽ നോളേജ്. ചോദ്യങ്ങളുടെ എണ്ണം 20, മാർക്ക് 10. ജനറൽ ഇംഗ്ലീഷ്. ചോദ്യങ്ങളുടെ എണ്ണം 20, മാർക്ക് 10. ടെസ്റ്റ് ഓഫ് റീസണിംഗ്. ചോദ്യങ്ങളുടെ എണ്ണം 10, മാർക്ക് 5. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ചോദ്യങ്ങളുടെ എണ്ണം 25, മാർക്ക് 12.5. അക്കൗണ്ടിംഗ്. ചോദ്യങ്ങളുടെ എണ്ണം 25, മാർക്ക് 12.5. ബാങ്കിംഗ്. ചോദ്യങ്ങളുടെ എണ്ണം 20, മാർക്ക് 10. കോർപ്പറേഷൻ, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ്. ചോദ്യങ്ങളുടെ എണ്ണം 15, മാർക്ക് 7.5. ആക്ട്സ് ആൻഡ് റൂൾസ്. ചോദ്യങ്ങളുടെ എണ്ണം 15, മാർക്ക് 7.5. ഓഡിറ്റ്. ചോദ്യങ്ങളുടെ എണ്ണം 10, മാർക്ക് 5. ആകെ 160 ചോദ്യങ്ങൾക്ക് 80 മാർക്ക്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ തുടർന്നും ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക. എല്ലാവർക്കും